ഇന്ത്യയിലെ പടക്ക നിർമ്മാണ മേഖലയിലെ ആധുനികവൽക്കരണം സംബന്ധിച്ച് 2026 മെയ് 3-10 ലക്കം കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച VR അജിത് കുമാറിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് കേൾക്കാം. 1-2 എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ചൈനയിലെ നിർമ്മാണ മേഖലയിൽ നടക്കുന്ന ആധുനികവൽക്കരണം സംബന്ധിച്ചും ഗവേഷണം സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ പടക്ക നിർമ്മാണ മേഖല എങ്ങനെ ആധുനികവൽക്കരിക്കാമെന്നതാണ്. ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പടക്ക ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 80-90% സംഭാവന ചെയ്യുന്നത് ശിവകാശിയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ചെറുകിട ഇടത്തരം യൂണിറ്റുകളാണ് ഇവിടെ ആധിപത്യം പുലർത്തുന്നത്. നിലവിലെ ഈ വികേന്ദ്രീകൃത മാതൃക ഒഴിവാക്കി ശാസ്ത്രീയ സുരക്ഷാ മാനദണ്ഡങ്ങളും ആധുനിക ഉൽപ്പാദന സാങ്കേതിക വിദ്യകളും നൈപുണ്യ വികസനവും സർട്ടിഫിക്കേഷനും ഉൾപ്പെടുത്തി പടക്ക വ്യവസായത്തെ വികസിപ്പിക്കുകയാണ് പ്രധാനം. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്ത് ഒരു സംയോജിത പടക്ക വ്യവസായ പാർക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം ഒരു പരിശീലന ഗവേഷണ കേന്ദ്രവും ആരംഭിക്കണം. ഇതുവഴി ഈ മേഖലയെ വ്യവസ്ഥാപരമായ വിടവുകൾ പരിഹരിച്ച് സുരക്ഷിതവും സുസ്ഥിരവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വ്യവസായമാക്കി മാറ്റാനും കഴിയും. ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക, കരിമരുന്ന് പ്രയോഗത്തിൽ നൈപുണ്യ വികസനം മെച്ചമാക്കുക, പരിസ്ഥിതി സൗഹൃദവും കുറഞ്ഞ മലിനീകരണം ഉള്ളതുമായ വെടിക്കെട്ടുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര തലത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ നിയമങ്ങളും ചട്ടങ്ങളും ഉറപ്പാക്കാൻ കഴിയും വിധം മേഖലയെ ശാക്തീകരിക്കുക, കയറ്റുമതി മത്സരക്ഷമത ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിടാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ പാർക്കിൽ യൂണിറ്റുകൾക്കിടയിൽ സുരക്ഷിത അകലം ഉറപ്പാക്കുന്ന സോൺ ചെയ്ത ലേഔട്ടുകൾ, പൊതുസൗകര്യങ്ങളായ അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ ഡിപ്പോകൾ, പരിശോധന സംവിധാനം, ഗുണനിലവാര സർട്ടിഫിക്കേഷൻ ലാബുകൾ, അഗ്നി സുരക്ഷ, അടിയന്തര പ്രതികരണ സംവിധാനം, MSMEകൾക്കായുള്ള പ്ലഗ് ആൻഡ് പ്ലേ ഫാക്ടറി യൂണിറ്റുകൾ, ഫാക്ടറികൾ പുറന്തള്ളുന്ന മലിനജലം സംസ്കരിക്കുന്നതിനും അപകടകരമായ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും വായു ശബ്ദ നിരീക്ഷണത്തിനും പൊതു പരിസ്ഥിതി അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള സംവിധാനം എന്നിവ സജ്ജമാക്കാവുന്നതാണ്. തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, കരിമരുന്ന് പ്രയോഗത്തിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ, എല്ലാ തൊഴിലാളികൾക്കും നിർബന്ധിത ഇൻഡക്ഷൻ പരിശീലനം എന്നിവയ്ക്കായി പാർക്കിൽ തന്നെ ഒരു വെടിക്കെട്ട് പരിശീലന നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കാവുന്നതാണ്. രാസസുരക്ഷയും അപകട കൈകാര്യവും പ്രോസസ് സ്റ്റാൻഡേർഡൈസേഷനും യന്ത്രപ്രവർത്തനവും അടിയന്തര പ്രതികരണവും പ്രഥമ ശുശ്രൂഷയും പരിസ്ഥിതി സൗഹൃദ പടക്ക നിർമ്മാണവും ഒക്കെ കോഴ്സിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെയും പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ പോലുള്ള നിയന്ത്രണ ഏജൻസികളുടെയും സഹകരണവും ഇതിന് ലഭ്യമാക്കാവുന്നതാണ്. പാർക്കിൽ ആരംഭിക്കുന്ന ഗവേഷണ വികസന കേന്ദ്രത്തിൽ ഗ്രീൻ ക്രാക്കേഴ്സ്, സുരക്ഷിത രാസസംയുക്തങ്ങൾ എന്നിവയുടെ വികസനം, മാലിന്യം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ, ഉയർന്ന അപകട സാധ്യതയുള്ള പ്രോസസ്സുകളുടെ ഓട്ടോമേഷൻ ചെയ്യുന്നതിനുള്ള സംവിധാനം എന്നിവ വികസിപ്പിക്കാവുന്നതാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പാർക്ക് ആരംഭിക്കുന്നതാകും ഉചിതം. ഭൂമി ഏറ്റെടുക്കലും അടിസ്ഥാന സൗകര്യ വികസനവും പോളിസി സപ്പോർട്ടും റെഗുലേറ്ററി ഫെസിലിറ്റേഷനും സാമ്പത്തിക ഇൻസെൻറ്റീവ്സും സബ്സിഡികളും ദേശീയ ഗവേഷണ സ്ഥാപനങ്ങളുമായുള്ള സാങ്കേതിക സഹകരണവും അംഗീകൃത സ്ഥാപനങ്ങൾ വഴിയുള്ള നൈപുണ്യ സർട്ടിഫിക്കേഷനും ഉറപ്പാക്കുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാകണം. ഉൽപ്പാദന യൂണിറ്റുകളിലെ നിക്ഷേപം, പരിശീലന പരിപാടികളിലെ പങ്കാളിത്തം, സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസുകൾ ഏറ്റെടുക്കൽ
എന്നീ ഉത്തരവാദിത്തങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നിറവേറ്റാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ശിവകാശിയെ ദേശീയ പടക്ക നിർമ്മാണ കേന്ദ്രമായി പ്രഖ്യാപിക്കുകയാണ് ഇതിന് പ്രാഥമികമായി ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള ചെറുകിട നിർമ്മാതാക്കളെയും ജീവനക്കാരെയും ബോധവൽക്കരിക്കുകയാണ് തുടർന്ന് ചെയ്യേണ്ടത്. പുതിയ സംവിധാനത്തിലേക്ക് മാറുന്ന സ്ഥാപനങ്ങൾക്ക് ഉയർന്ന മൂലധന നിക്ഷേപത്തിന് അനുയോജ്യമായ ബാങ്ക് വായ്പകൾ തരപ്പെടുത്തി നൽകാനും സർക്കാരിന് കഴിയണം. ജീവനക്കാർക്ക് പരിശീലനം നൽകി തൊഴിൽ ഉറപ്പാക്കും എന്ന് ബോധ്യപ്പെടുത്തുകയും നൈപുണ്യ പരിവർത്തന പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ആരംഭിക്കുകയും വേണം. പുതിയ സോണിലേക്ക് മാറുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ, ഘട്ടം ഘട്ടമായുള്ള മൈഗ്രേഷൻ, PPP മോഡൽ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ്, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം, ട്രാൻസിഷണൽ പിന്തുണയോടെയുള്ള നിർബന്ധിത സർട്ടിഫിക്കേഷൻ എന്നിവ ഉറപ്പാക്കണം. തൊഴിലാളികൾക്ക് നിർബന്ധിത നൈപുണ്യ സർട്ടിഫിക്കേഷൻ, പാർക്കിലേക്ക് മാറുന്ന യൂണിറ്റുകൾക്ക് മൂലധന സബ്സിഡിയും നികുതി ആനുകൂല്യങ്ങളും, അംഗീകാരങ്ങൾക്കും നിരീക്ഷണത്തിനുമായി ഏകീകൃത നിയന്ത്രണ അതോറിറ്റി, കയറ്റുമതി അധിഷ്ഠിത ഉൽപ്പാദനവും ബ്രാൻഡിങ്ങും, സാങ്കേതിക സ്ഥാപനങ്ങളിൽ കരിമരുന്ന് സാങ്കേതികവിദ്യയിലെ അക്കാദമിക് കോഴ്സുകൾ എന്നിവ വരുന്നതോടെ നമ്മുടെ പടക്ക നിർമ്മാണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യവസായ മേഖലയായി മാറും. ചൈനയുമായി മത്സരിക്കുക എന്നതാകണം ലക്ഷ്യം. ഈ പരിശ്രമത്തിലൂടെ വ്യാവസായിക അപകടങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകും. പരിശീലനം ലഭിച്ചതും സാക്ഷ്യപ്പെടുത്തിയതുമായ ഒരു തൊഴിൽ ശക്തിയുടെ സൃഷ്ടി, മെച്ചപ്പെട്ട ഉൽപ്പന്ന ഗുണനിലവാരം, ആഗോള സ്വീകാര്യത, പരിസ്ഥിതി സൗഹൃദപരമായ വെടിക്കെട്ടുകളിലേക്കുള്ള മാറ്റം, വർദ്ധിച്ച കയറ്റുമതി, സാമ്പത്തിക വളർച്ച, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലാളികൾക്കുള്ള സാമൂഹിക സുരക്ഷ എന്നിവ ഈ നീക്കത്തിലൂടെ ഉറപ്പാക്കാൻ കഴിയും. ശിവകാശി മാതൃകയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ഒരു മിനി പടക്ക നിർമ്മാണ കേന്ദ്രം തൃശ്ശൂരിലോ പാലക്കാടോ തുടങ്ങുന്ന കാര്യം കേരള സർക്കാരിനും ആലോചിക്കാവുന്നതാണ്. ഈ വിഷയം സംബന്ധിച്ച ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു കത്ത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പീപ്പിൾ ഫോർ ബെറ്റർ സൊസൈറ്റി നൽകുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ജയ് ഹിന്ദ്.